ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് റെഡിയാക്കാൻ കഴിയുന്ന നല്ലൊരു ചായക്കടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആണ്, നല്ല ടേസ്റ്റി ആണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ മിക്സിൻ്റെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 നേന്ത്രപ്പഴമാണ് എടുത്തത്. അപ്പോൾ എടുക്കുമ്പം നല്ല പഴുത്തത് നോക്കിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. നിങ്ങൾ എടുക്കുന്നത് പഴുപ്പ് കുറവുള്ളതാണെങ്കിൽ ആവിയിലൊന്ന് വേവിച്ചതിന് ശേഷം വേണം മിക്സിയിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ 3 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 3 നേന്ത്രപ്പഴത്തിന് 3 മുട്ടയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് നമുക്കൊരു പഴയ മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫുള്ള് ഫ്ലെയിം കുറച്ച് വെക്കണേ. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ഒരു സോസ് പാൻ വെച്ചിട്ട് കുറച്ച് ഗീ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്യാം. കുറച്ചൊന്ന് ഇത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ നേന്ത്രപ്പഴം ഒന്ന് വറുത്തെടുത്തിട്ടോ മറ്റോ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ ഒരു 15 മിനിറ്റ് എല്ലാം മതിയാവും ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിന്റെ അടിഭാഗം കൂടി 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. അപ്പൊ ഇത്രയും മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ ആണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്കടിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.